ഇടുക്കി ഉപ്പുതറയിൽ വീടിനുള്ളിൽ പൊട്ടിത്തെറി. പക്കാവീട്ടിൽ എം അൻസാരിയുടെ വീടിനുള്ളിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. വീട് തകർന്നു. അൻസാരിക്ക് സാരമായി പൊള്ളലേറ്റു. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ കാരണം വ്യക്തമാകുകയുള്ളൂ എന്ന് പോലീസ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഇയാൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എന്താണ് ഈ സ്ഫോടന കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്? മാധു, പ്രാഥമിക പരിശോധനയിൽ ഈ പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയാൽ മാത്രമാണ് പൊട്ടിത്തെറിയുടെ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഈ ആഭരണങ്ങളൊക്കെ പ്ലേറ്റ് ചെയ്യുന്ന ജോലിയാണ് അൻസാരി ചെയ്തു വരുന്നത്. അപ്പോൾ അതിന്റെ എന്തെങ്കിലും ലായനി വീട്ടിൽ സൂക്ഷിച്ചിരുന്നോ, അതാണോ പൊട്ടിത്തെറിക്ക് കാരണമായത് എന്ന സംശയമുണ്ട്. അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ആയതാകാം പൊട്ടിത്തെറിക്ക് കാരണം. അങ്ങനെ രണ്ട് നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഉപ്പുതറ ടൗണിനോട് ചേർന്നുള്ള പക്കാവീട്ടിൽ എം അൻസാരിയുടെ വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. ഈ സമയത്ത് അൻസാരി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അൻസാരിക്ക് ഗുരുതരമായി തന്നെ പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും സമീപത്തൊക്കെ മറ്റു വീടുകൾ ഉണ്ടായിരുന്നെങ്കിലും അവിടേക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല വീടിന്റെ അകത്താണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട് പൂർണ്ണമായും തകർന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അകത്ത് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. അതിനുശേഷം ഈ പൊട്ടിത്തെറിയിൽ ഒരു വ്യക്തത വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാധു, ഇയാൾക്ക് സാരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എവിടെയാണ്, ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് രാഹുൽ? മാധു, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. തൊട്ടടുത്ത് തന്നെ വീടുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ടൗണിലും ആളുകൾ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട് ആളുകൾ ഓടിയെത്തുമ്പോഴേക്കും ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന നിലയിലാണ് അൻസാരിയെ കണ്ടെത്തുന്നത്. ആദ്യം കട്ടപ്പനയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പക്ഷേ ആരോഗ്യനില അല്പം ഗുരുതരമായതിനാൽ ആംബുലൻസിന്റെ സഹായത്തോടെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സാരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ടെന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അകത്ത് ഉൾപ്പെടെ രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലാണ് ഒരു വീട്ടിൽ സ്ഫോടനമുണ്ടായത്. എന്താണ് കാരണമെന്ന് പ്രാഥമികമായി പരിശോധിച്ച് വരുന്നതേയുള്ളൂ. വീട്ടിലുണ്ടായിരുന്ന ആൾക്ക്, അൻസാരി എന്ന ആൾക്ക് സാരമായി പൊള്ളലേറ്റിട്ടുണ്ട്.